ആലുവയിൽ കൊല്ലപ്പെട്ട 3 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന കേസിൽ അച്ഛന്റെ അടുത്ത ബന്ധു കുറ്റം സമ്മതിച്ചു. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിലായിരുന്നു കുറ്റസമ്മതം. കൂടുതൽ വിവരങ്ങൾ അമൽനാഥ് പാടിച്ചാൽ നൽകും. അമൽ, നോക്കൂ, വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു കുട്ടിയെ ഇത്തരത്തിൽ അമ്മ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തി എന്നുള്ളത്. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് ഇത്തരത്തിൽ കുട്ടി പീഡനത്തിനും ഇരയായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. ഇപ്പോൾ അച്ഛന്റെ അടുത്ത ബന്ധു കുറ്റം സമ്മതിച്ചിരിക്കുന്നു. പ്രതിയുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നു. വിവരങ്ങളിലേക്ക്. അനന്യ, ഏറെ ദുരൂഹതകൾ നിറഞ്ഞ കേസായിരുന്നു ആലുവയിലെ 4 വയസ്സുകാരിയുടെ കൊലപാതകം. തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അന്വേഷണത്തിലടക്കം ഉണ്ടായിരുന്നു. കൃത്യമായൊരു വിവരത്തിലേക്ക് പലപ്പോഴും അന്വേഷണ സംഘത്തിന് എത്തുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഇത്തരത്തിൽ ഈ കൊലയിലേക്കുള്ള കാരണം എന്താണ് എന്ന രീതിയിൽ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരികയും ഈ കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്നലെ രാവിലെയോടുകൂടി ഈ കുട്ടിയുടെ അച്ഛന്റെ 3 ബന്ധുക്കളെ ചോദ്യം ചെയ്യുന്നു. അതിൽ 2 പേരെ ഉച്ചയോടുകൂടി വിട്ടയക്കുന്നു. എന്നാൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത ബന്ധുവിനെ പിന്നീട് മണിക്കൂറുകളോളം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. ഈ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ ഇദ്ദേഹം കുറ്റസമ്മതം നടത്തിയില്ല. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊന്നും അറിയില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇദ്ദേഹം തനിക്ക് തെറ്റുപറ്റിപ്പോയി, താൻ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കി എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു പറയുന്നത്. അതോടുകൂടി ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇദ്ദേഹം സൂചിപ്പിച്ച കാര്യം ഇതായിരുന്നു, തനിക്ക് തെറ്റുപറ്റിപ്പോയി, താൻ ഇത്തരത്തിൽ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ അന്വേഷണ സംഘത്തിന്റെ നിഗമനം, അതായത് ഈ കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവാണ്, അതിനാൽ തന്നെ ഈ ഒരു കുട്ടിയുടെ വീട്ടിലും മറ്റുമായി ഇവർക്ക് സ്വാതന്ത്ര്യത്തോടെ ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കുട്ടിയോടക്കം അടുത്ത രീതിയിലുള്ള ബന്ധം പുലർത്തിയിരുന്നു. അതിനാൽ തന്നെ ആ ഒരു സ്വാതന്ത്ര്യം മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് എന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത്. അതോടൊപ്പം തന്നെ നിരന്തരമായി കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്ന ഒരു നിഗമനം കൂടിയുണ്ട്. ഒരുപക്ഷെ അല്പസമയത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പ്രതികരിക്കും. അതിനാൽ മാത്രമേ കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതേസമയം തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതായത് 2 കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് സന്ധ്യക്കെതിരെയുള്ള കൊലക്കുറ്റം, അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കേസ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ പോക്സോ കേസാണ് ഈ അച്ഛൻ്റെ അടുത്ത ബന്ധുവിനെതിരെ. ഈ 2 കേസുകൾ തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള കണക്ഷൻ, അതായത് കൊലപാതകത്തിലേക്കുള്ള കാരണം ഈ ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ടാണോ എന്നതുമായി സംശയമുണ്ട്. അത്തരത്തിൽ അന്വേഷണം നീളുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പീഡന വിവരം അമ്മയ്ക്ക് അറിയുമായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിൽ എന്തായാലും ഈ പ്രതിയുടെ, അതായത് അച്ഛൻ്റെ അടുത്ത ബന്ധുവിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ അമ്മ സന്ധ്യയെ റിമാൻഡ് ചെയ്തിരുന്നു. സന്ധ്യയുടെ കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള നടപടികളിലേക്കും ഉടൻ തന്നെ കടക്കും. അങ്ങനെയാണെങ്കിൽ 2 പേരെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കും. അതിനുശേഷമാവും കൃത്യമായൊരു വിവരത്തിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കും. അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോക്സോ കേസും ഒപ്പം തന്നെ ഈ കൊലക്കുറ്റം, ഇത് രണ്ടും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ, ഇത്തരത്തിൽ കൊലപാതകത്തിൽ ഈ അച്ഛൻ്റെ ഈ അടുത്ത ബന്ധു, പീഡനത്തിന് ഇരയാക്കിയ ഈ അച്ഛൻ്റെ അടുത്ത ബന്ധുവിന് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ, ഒപ്പം തന്നെ ഈ ഒരു പീഡന വിവരം അമ്മയായ സന്ധ്യക്ക് അറിയുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത ലഭിക്കുന്നത് ഈ വരുന്ന ദിവസങ്ങളിലുള്ള ചോദ്യം ചെയ്യലിലൂടെ ആയിരിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആലുവ ഡിവൈഎസ്പിയുടെയും ഒപ്പം തന്നെ പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ സൈബർ ടീം അടക്കം ഈ അന്വേഷണ സംഘത്തിലുണ്ട് എന്നുമാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി നിലവിൽ ഇപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത ബന്ധുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കി ഒരുപക്ഷെ അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും. അനന്യ. തീർച്ചയായും അമൽ ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത്തരത്തിൽ കൊലപാതകവും, അമ്മ നടത്തിയ കൊലപാതകവും ഈ പീഡനം നടത്തിയ ബന്ധു അറസ്റ്റിലായ കേസും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായ, അത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ട കാര്യം. അത് ഇത്തരത്തിൽ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുമെന്നാണ് അമൽ നൽകിയ വിവരം, അല്ലേ അമൽ? തീർച്ചയായും അല്പസമയത്തിനകം
മാധ്യമങ്ങളെ അന്വേഷണ ഉദ്യോഗസ്ഥർ കാണുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ അവരുടെ ആ ഒരു പ്രതികരണം അറിഞ്ഞാൽ മാത്രമേ കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക്, അതായത് അന്വേഷണം ഏത് രീതിയിലാകും മുന്നോട്ട് പോവുക എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ വ്യക്തതകൾ ലഭിക്കുകയുള്ളൂ. ഈ ഒരു കേസിൻ്റെ തുടക്കം മുതൽ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ഈ കുട്ടിയുടെ കൊലപാതകം നടന്ന അന്ന് ആ ദിവസം മുതൽ നോക്കുകയാണെങ്കിൽ പല ഘട്ടങ്ങളിലും ഈ അമ്മയുടെ ഉത്തരങ്ങൾ, അതായത് മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ അമ്മയുടെ മൊഴി പലപ്പോഴും വ്യത്യസ്ത രീതിയിലായിരുന്നു. അത് അന്വേഷണത്തെ ആദ്യഘട്ടം മുതൽ തന്നെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇത്തരത്തിൽ ഈ കുട്ടിയുടെ മൃതദേഹം ഈ പുഴയിൽ നിന്നും കണ്ടെത്തുകയും അന്വേഷണം പിന്നീട് മുന്നോട്ട് പോവുകയുമായിരുന്നു. അതായത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്തായിരുന്നു എന്ന് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ പലപ്പോഴും മൊഴി രേഖപ്പെടുത്തുമ്പോൾ കൃത്യമായൊരു ഉത്തരം നൽകിയിരുന്നില്ല അമ്മ. അതിനാൽ തന്നെ ആ ഒരു കൊലപാതക കാരണത്തിലേക്ക് എത്തുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അത്തരത്തിൽ ഈ കേസ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു കേസ്, ഈ പോക്സോ കേസ് കൂടി അതിൻ്റെ ഭാഗമായി വരുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ ഡോക്ടർമാർ ഇത്തരത്തിലൊരു കാര്യം വ്യക്തമാക്കുന്നു. അത് അന്വേഷണ സംഘത്തെ അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ, അതായത് അച്ഛൻ്റെ അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്യുന്നു. അതിൽ നിന്നുമാണ് പ്രധാനമായ വിവരങ്ങൾ ലഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ഈ അച്ഛൻ്റെ അടുത്ത ബന്ധുവിനെ ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇനി നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടത്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രധാനമായും ചോദിക്കുവാനുള്ളത് ഈ രണ്ട് കേസുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇരുവർക്കും ഇതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നോ, അതോടൊപ്പം തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരമാണോ ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ്. ആദ്യഘട്ടം മുതൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചൊരു സംശയം ഇതായിരുന്നു. അതായത് മുന്നേ തന്നെ കുട്ടിയെ കൊലപ്പെടുത്തുവാനുള്ള പല ശ്രമങ്ങളും അമ്മയായ സന്ധ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ കൊലപാതകം കൃത്യമായി പ്ലാൻ ചെയ്ത പ്രകാരമാണോ എന്ന രീതിയിലുള്ള ഒരു സംശയം നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതായത് ഈ കൊലപാതകം നടന്ന ഈ ഒരു പാലത്തിന് മുകളിൽ വെച്ച് കുട്ടിയെ പുഴയിലേക്ക് എറിയുകയായിരുന്നു. എന്നാൽ ആദ്യം ഈ ഒരു സ്ഥലത്തായിരുന്നില്ല, അതായത് മൂഴിക്കുളം എന്ന ഭാഗത്ത് വെച്ച് കൊലപാതകം ചെയ്യുവാനായിരുന്നില്ല ഉദ്ദേശിച്ചത്. മറ്റൊരിടത്ത് വെച്ച് കൊലപാതക ശ്രമം നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അവിടെ ആളുകൾ കൂടിയതിനെ തുടർന്ന്, അതായത് ഒരുപാട് ജനങ്ങൾ ഉള്ളതിനാൽ തന്നെ അവിടെ നിന്നും ഇത്തരത്തിൽ ഈ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടാതെ ഈ ഒരു മൂഴിക്കുളം എന്ന പ്രദേശത്തേക്ക്, ആ ഒരു പാലത്തിൻ്റെ സമീപത്തേക്ക് എത്തുകയും അവിടെ വെച്ച് കൊല ചെയ്യുകയുമായിരുന്നു എന്നൊരു നിഗമനത്തിൽ കൂടിയാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത്. ഇതൊക്കെ കൂടുതൽ വ്യക്തതകൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ വലിയ പ്ലാനിങ്ങോടുകൂടി ആണോ ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയിട്ടുള്ളത്, ഈ കൊലപാതകത്തിൽ സന്ധ്യയെ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹമാണോ, ഇപ്പോൾ ഈ പോക്സോ കേസിലെ പ്രതിയാണോ അതിന് സഹായിച്ചിട്ടുള്ളത്, ഇതിനു പുറമെ മറ്റാരെങ്കിലും ഉണ്ടോ ഈ ഒരു കുറ്റകൃത്യത്തിനു പിന്നിൽ എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ അന്വേഷണങ്ങളുടെ ഭാഗമായി മാത്രമേ ആ ഒരു വ്യക്തതകൾ ലഭിക്കുകയുമുള്ളൂ. എന്തു തന്നെയായാലും അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇതിലെ പ്രതിയായിട്ടുള്ള, കൊലപാതക കുറ്റം ചുമത്തിയ പ്രതി സന്ധ്യയെ റിമാൻഡ് ചെയ്തിരുന്നു. സന്ധ്യയെ കസ്റ്റഡി വാങ്ങുവാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം പെട്ടെന്ന് തന്നെ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ഈ അച്ഛൻ്റെ അടുത്ത ബന്ധുവിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്യും. പിന്നീട് ഉടൻ തന്നെ ഇദ്ദേഹത്തെയും കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇരുവരെയും കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ രണ്ട് കേസുകൾ തമ്മിലുള്ള വ്യക്തമായ ഒരു ബന്ധം നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ തുടർച്ചയായി ഈ അച്ഛൻ്റെ ബന്ധു കുട്ടിയെ പീഡനത്തിന് ഇരയാക്കി എന്നാണ് നിലവിലുള്ള നിഗമനം. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു പീഡന വിവരം അമ്മ അറിഞ്ഞിരുന്നു, അമ്മയുടെ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു പീഡനം നടന്നിട്ടുള്ളത് എന്നതിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ഒരു കൊലപാതകം നടന്നത്, ഈ കൊലപാതകത്തിൽ ഈ അമ്മയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ, ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയ ആ ഒരു വ്യക്തിയുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിന് പുറമേ രണ്ടാമത് മറ്റൊരാളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ, ദിവസങ്ങളോളം എടുത്ത പ്ലാനിങ്ങിൻ്റെ ആസൂത്രിതമായ ഒരു കൊലപാതകമാണോ ഇത്, അത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉള്ളത്. അതിലേക്കൊക്കെ എത്തണമെങ്കിൽ, അതിൻ്റെയൊക്കെ ഉത്തരങ്ങളിലേക്ക് എത്തണമെങ്കിൽ വരും ദിവസങ്ങളിൽ ഇരുവരെയും ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരത്തിൽ ഉത്തരങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിലേക്കുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം ഉടൻ തന്നെ കടക്കുമെന്നാണ് അറിയുന്നത്. അനന്യ.